അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നത് പുതിയ വാർത്തയൊന്നുമല്ല. അങ്ങനെ പതിയെ പതിയെ കേരളം വയോജനങ്ങളുടെ പറുദീസയായി മാറുന്നു. മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. 1000-ലധികം താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരം നിയമനങ്ങളാക്കാൻ പോകുന്നു. PSC പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവരും PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നവരുമായ അനേകം ഉദ്യോഗാർത്ഥികൾ വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുമ്പോഴാണ് ഇത്ര ക്രൂരമായ നടപടി. PSC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നതും എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതും നിയമനം കാത്തിരിക്കുന്നതുമായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ, അവരുടെ മുന്നിലൂടെയാണ്, അവരെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നത്. മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം താൽക്കാലിക നിയമനങ്ങൾ നടത്താറുണ്ട്. എഴുത്തു പരീക്ഷയും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും എല്ലാം നടത്തിയിട്ടാണ് ഈ നിയമനങ്ങൾ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ പിൻവാതിൽ നിയമനമാണ് ഇത് എന്ന് സാധാരണക്കാർക്ക് വ്യക്തമായി അറിയാം. അങ്ങനെയുള്ള നിയമനങ്ങളെ സ്ഥിരം നിയമനമാക്കുമ്പോൾ അഭ്യസ്തവിദ്യരായ സാധാരണക്കാർക്ക് നേരെ സർക്കാർ വൃത്തങ്ങൾ കൊഞ്ഞണം കുത്തുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ച ആയിരക്കണക്കിന് ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരം നിയമനമാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് CITU നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട ഈ നീക്കം. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരും സാങ്കേതിക വിദഗ്ധരും തൊഴിലില്ലാതെ നടക്കുന്ന ഈ നാട്ടിൽ അവരെ അവഹേളിക്കുന്നതാണ്, പരിഹസിക്കുന്നതാണ് ഈ നടപടി. PSCയുടെ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പോലും 1-2 പേര് നിയമനം നടത്തി ആ ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് സാധാരണ നടപടി. ഇങ്ങനെ നടക്കുന്ന PSC പരീക്ഷകളിൽ പോലും വൻകിട തട്ടിപ്പാണ് രാഷ്ട്രീയക്കാർ നടത്തുന്നത്. സിവിൽ പോലീസ് ഓഫീസർമാരുടെ നിയമനത്തിന് വേണ്ടി PSC നടത്തിയ എഴുത്തു പരീക്ഷയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന മറിമായങ്ങൾ നമ്മൾ കണ്ടതാണ്. മീഡിയയുടെ നിതാന്ത ജാഗ്രത മൂലമാണ് ആ തട്ടിപ്പ് പുറത്തു വന്നതും ആ നിയമനങ്ങൾ പിന്നീട് നടക്കാതിരുന്നതും. 2012 തദ്ദേശ സ്വയംഭരണ വകുപ്പ് പത്രപരസ്യം നൽകി താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത്. 10-12 വർഷം അവർ താൽക്കാലിക ജീവനക്കാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് സ്ഥിര നിയമനം നൽകുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ നിയമനം തന്നെ ആയിരുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് നന്നായി അറിയാം. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെ ഇവരുടെ വേതനം 2020 നന്നായി ഉയർത്തിക്കൊടുത്തിരുന്നു. 21,500 രൂപ വരുന്ന അവരുടെ ശമ്പളം 2020 10,000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 31,000 മുകളിലാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു സംഭാവന ഈ അംഗങ്ങൾ പിരിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നും CITU നൽകിയ നിവേദനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി MB രാജേഷ് അറിയിച്ചു. PSC പരീക്ഷകൾ സാധാരണ യുവാക്കളുടെ അവസാനത്തെ ആശ്രയമാണ്, പ്രതീക്ഷയാണ്. അതിൻ്റെ കടയ്ക്കൽ തുരങ്കം വയ്ക്കുന്ന സർക്കാരിൻ്റെ ഇത്തരം നയപരിപാടികൾ നിർത്തിയേ പറ്റൂ. അതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിച്ചേ പറ്റൂ. ഇന്നോ നാളെയോ എൻ്റെ വീട്ടിലേക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ എത്താവുന്ന ഒരു സർക്കാർ ജോലി പാർട്ടിക്കാരുടെ കൊടി പിടിച്ചു എന്നുള്ള ഒരൊറ്റ യോഗ്യത കൊണ്ട് മറ്റൊരാളിലേക്ക് എത്തിച്ചേരുന്നത് ദുഃഖകരമാണ്. അടിസ്ഥാനപരമായി യോഗ്യതയുള്ളവരെ അഭിരുചിക്കും എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിന് ശേഷം നിയമിക്കണം. അതെല്ലാം രാഷ്ട്രീയ നിയമനമായി മാറിയാൽ ഇവിടെ നിന്നും കഴിവുള്ള യുവാക്കൾക്ക് വിദേശങ്ങളിലേക്ക് ചേക്കേറിയേ മതിയാവൂ. അത് കേരളത്തിന്റെ കാര്യശേഷിയെ തകർക്കും, സാമ്പത്തിക രംഗത്തെ തകർക്കും, സാമൂഹിക ചുറ്റുപാടിനെ തകർക്കും. ഒരു നാടിന്റെ കരുത്ത് യുവാക്കളാണ്. അവരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അവരുടെ അവസാനത്തെ അത്താണിയായ PSC പരീക്ഷകൾ അർഹതയുള്ളവർക്ക് തന്നെ നൽകേണ്ടിയിരിക്കുന്നു. ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ, രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ പൊതുജനം രംഗത്തെത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു.